മണി 9:30. പ്രഭാത ഭക്ഷണം തയ്യാറായിട്ടുണ്ട്. ഇത്രയും കൃത്യനിഷ്ഠയായിട്ട് നിങ്ങളുടെയൊക്കെ തറവാട്ടിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ടോ? അതാണ് ഈ സ്ഥാപനത്തിന്റെ ഗുണം. ഏത് സ്ഥാപനം? വൃദ്ധസദനം. വൃദ്ധസദനം എന്ന് പറഞ്ഞാൽ വൃദ്ധജനങ്ങളെ സദാ ആനന്ദിപ്പിക്കുന്ന വീട് എന്നാണ് അർത്ഥം. വരുന്നേ. എന്താ മാഡം വിളിച്ചേ? ഇന്നൊരു പുതിയ അഡ്മിഷന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവരിപ്പോ എത്തും. ആണോ പെണ്ണോ? പെണ്ണാ, ഭാഗീരഥി അമ്മ, തലക്കുളത്തുനിന്നാ. ദേ ഇപ്പൊ എത്തും. കർത്താവേ, പെറ്റ വയറിന് പോലും അഭയം കൊടുക്കാത്ത കാലം. ദേ അവരാണെന്ന് തോന്നുന്നു. നമസ്കാരം. തലക്കുളത്ത് അഡ്മിഷൻ അല്ലേ? അതെ. ഇരിക്കും. ഇങ്ങോട്ട് ബാ. അമ്മച്ചി ഇവിടെ വന്നിരിക്കേ. പേരെന്താ? ഔസേപ്പെന്ന. ഇവിടുത്തെ അന്തേവാസിയാ. അന്തേവാസി മാത്രമല്ല, ഇവിടുത്തെ എല്ലാവരുടെയും കാര്യം നോക്കുന്ന ഔസേപ്പ. ഞങ്ങളാരും ഒന്നും അറിയണ്ട. ഔസേപ്പ് എല്ലാം അറിഞ്ഞു ചെയ്തോളൂ. എൻ്റെ പേര് രമേശൻ. ഇതെൻ്റെ ബ്രദർ സുഹേശൻ. അമ്മയ്ക്ക് ഞങ്ങൾ 2 ആൺമക്കളേ ഉള്ളൂ. ഞങ്ങളുടെ ഭാര്യമാര് 2 പേരും വിദേശത്താ. അടുത്ത മാസം ഞങ്ങളും അങ്ങോട്ട് പോവാ. പിന്നെ അമ്മ തനിച്ചാവുമല്ലോ. അതുകൊണ്ട് അമ്മയെ ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചത്. വിദേശത്തുനിന്ന് എന്ന് മടങ്ങാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മയോർത്തുള്ള ടെൻഷനും വേണ്ട. താനെന്താടോ ആക്കി ചിരിക്കണത്? ആക്കി ചിരിച്ചതല്ല, അറിയാതെ അങ്ങ് ചിരിച്ചു പോയതാ. ഔസപ്പേ, ഭാഗീരഥി അമ്മയ്ക്ക് മുറി കാണിച്ചു കൊടുക്ക്. വരൂ അമ്മച്ചി, ബാ. ബാ, വിഷമിക്കണ്ട, ബാ പോര്. അമ്മ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ലേ? ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാ. പിന്നെ വിഷമം കൊണ്ടായിരിക്കാം. വേറെ വഴിയില്ലല്ലോ മാഡം. എല്ലാവർക്കും അവരവരുടെ ജീവിതമല്ലേ വലുത്. അതെ അതെ. മാസം തോറും തരേണ്ട തുക ഇവിടത്തെ അക്കൗണ്ടിൽ ഇട്ടോളാം. മതി. ഫോമിൽ ഞങ്ങളുടെ നമ്പറുണ്ട്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇയാളോട് 2 വർത്താനം പറഞ്ഞിട്ട് വേണം പോവാൻ. എന്താടോ തന്റെ പേര്? ഔസേപ്പച്ചൻ. ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കാനും രക്ഷിക്കാനും വേണ്ടി ഈ ഭൂമിക്കൊരു പുത്രനെ ദാനം ചെയ്ത ഒരപ്പന്റെ പേരാണ് എൻ്റെ അപ്പൻ എനിക്കറിഞ്ഞോണ്ടിട്ടത്. പക്ഷേ എനിക്ക് ജനിച്ച മക്കളൊക്കെ ഉണ്ടല്ലോ, എല്ലാം യൂദാസുകളായിപ്പോയി. നിങ്ങളെപ്പോലെ ഭാര്യമാരെ കിട്ടിക്കഴിഞ്ഞപ്പോ തന്തയും തള്ളയും വേണ്ടാത്ത തലമുറ. അതിന് തനിക്കെന്താണോ നഷ്ടം? എനിക്ക് നഷ്ടമൊന്നുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് പേരുടെ കൂടെ ഞാനും ഇങ്ങനെ കഴിയുന്നു. എന്താ ഒരു മനസമാധാനം. തന്നെപ്പോലുള്ളവരെ ആരും ഉപേക്ഷിച്ചു പോവും. ശരിയാ, നിങ്ങളെപ്പോലത്തെ അച്ചിക്കോന്തന്മാരായ മക്കളാണെങ്കിലേ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും.
വാ ചേട്ടാ, വേറെ പണിയൊന്നുമില്ല ഇയാളോട് കൂടുതൽ സംസാരിക്കാനായിട്ട്. പുതിയ ആളാണല്ലേ? അതെ, എന്താ പേര്? ഭാഗീരഥി അമ്മ. ഞാൻ അരവിന്ദകൃഷ്ണൻ പിള്ള. ഇവിടെ വന്നിട്ട് 2-3 വർഷമായി. ബന്ധുക്കൾ ആരുമില്ലേ? ഉണ്ട്, ഭാര്യയും 3 മക്കളുണ്ട്. അവരൊക്കെ? ഭാര്യ അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ ജീവിക്കുന്നു. മക്കൾ കല്യാണം കഴിഞ്ഞു, അവർ സുഖമായിട്ട് ജീവിക്കുന്നു. ആ, ഞാനിവിടെയും. ഭാര്യയെ ഒരുപാട് സ്നേഹിച്ച ഒരു ഭർത്താവും മക്കളെ ജീവനെപ്പോലെ കരുതിയ ഒരു അച്ഛനുമാണ് ഞാൻ. ഒടുവിൽ അവർക്കാർക്കും വേണ്ടാത്തവനായി ഞാൻ. അതിന്റെ കാരണം? ജീവിതത്തിന്റെ പാതി വഴിയിൽ ഇഷ്ടപ്പെട്ട കാമുകനുമായി ഭാര്യയുടെ ഒളിച്ചോട്ടം. മക്കൾ വളർന്നു കഴിഞ്ഞപ്പോൾ സ്വത്തിനുള്ള പോരാട്ടം. ഒടുവിൽ എല്ലാം എഴുതി കൊടുത്തിട്ട് ഞാനിങ്ങ് പോന്നു. അപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? 35 വർഷം സർക്കാർ സർവീസിൽ സേവനം ചെയ്തു. പിരിഞ്ഞപ്പോൾ കിട്ടിയ തുക മക്കൾക്ക് വീതിച്ചു കൊടുത്തു. പിന്നെ മാസം തോറും അനുഭവിക്കുന്ന ടെൻഷന്റെ പ്രതിഫലമുണ്ടല്ലോ, പെൻഷൻ. അത് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. ബന്ധങ്ങളുടെ വിലയേറിയാത്ത മക്കള്. ആട്ടെ, ഭാഗീരഥി അമ്മ എങ്ങനെ ഇവിടെ എത്തപ്പെട്ടു? മക്കള് കൊണ്ടാക്കിയതാ. അവർക്ക് ഭാര്യമാരോടൊപ്പം വിദേശത്ത് സ്ഥിരതാമസമാക്കണം. അതിന് അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഭർത്താവ്? മൂത്ത മകൻ രമേശന് 8 വയസ്സുള്ളപ്പോൾ അവന്റെ അച്ഛൻ മരിച്ചതാ. പിന്നീട് ആരുടെ സഹായമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അവനെ വളർത്തിയത്. ഇപ്പൊ എന്നെ അവർക്ക് ഒഴിവാക്കണം. ഒരു അപരിചിതയെപ്പോലെ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു കൂസലുമില്ലാതെ എന്റെ മക്കള് മടങ്ങിപ്പോകുന്നത് കണ്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. പണ്ടൊക്കെ മക്കൾ വലുതായാൽ വാർദ്ധക്യം സുഖമായിരുന്നു. ഇന്ന് മക്കൾ വലുതായാൽ വാർദ്ധക്യം ദുസ്സുഖമാണ്. അതിനൊരു കാരണവന്മാർ പറയുന്നുണ്ടല്ലോ, കലികാലം. ഭാഗീരഥിമ വിഷമിക്കണ്ട. മക്കൾ ഉപേക്ഷിച്ചാൽ എന്താ? ഇത്രയും പുതിയ ബന്ധുമിത്രാദികളെ കിട്ടിയില്ലേ? ഇവിടെ നമുക്കൊരു സ്വർഗമാക്കണം. ഇവിടെ നമ്മളെ വെറുക്കാനും ഉപേക്ഷിക്കാനും നമ്മുടെ മക്കളില്ലല്ലോ. അച്ചാമ്മ, അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അച്ചാമ്മ ഇവിടെ ഒന്ന് കാണരുതെന്ന്.
എന്നാലും അച്ചാമ്മയെ കാണാനാ ഞാൻ ഇവിടെ വന്ന്. ഞാൻ അച്ചാമ്മയുടെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ, എൻ്റെ കൂട്ടുകാരെ കാണിക്കാനാ. കർത്താവേ, എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള മാനസിക ധൈര്യം നീ എനിക്ക് തരണമേ. അല്ല, അമ്മച്ചി ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? പ്രായം കൊണ്ട് നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും ഔസേപ്പിന്റെ അമ്മച്ചിവിളി എനിക്ക് ഇഷ്ടപ്പെട്ടു. മര്യാദയും മനസാക്ഷിയൊന്നും ഇല്ലാത്തവരാ ഇപ്പോഴത്തെ പുതിയ തലമുറ. എന്തായാലും ഞാനിപ്പോൾ സന്തോഷവതിയാ. ഒത്തിരി സ്നേഹമുള്ളവരുടെ ഇടയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഓരോരോ അനുഭവങ്ങളുള്ളവരൊക്കെയാണല്ലോ ഇവിടെ താമസിക്കുന്നവരൊക്കെ. കഴിഞ്ഞ ദിവസം അരവിന്ദാക്ഷൻ സാറും ഇതൊക്കെ തന്നെ പറഞ്ഞത്. പക്ഷേ അങ്ങേരിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണെന്നാണ് എന്നോട് പറഞ്ഞത്. സത്യം പറയല്ലോ, എനിക്കത് കേട്ടാ മതി. പക്ഷേ ഇതിനെല്ലാം കാരണം ഔസേപ്പാ. എപ്പോഴും ചിരിച്ചും വഴക്കു പറഞ്ഞും ബഹളം വെച്ച് ഓടി നടക്കല്ലേ ഇവിടെ. ശരിയാ, ഈ ഔസേപ്പ് എന്നും അങ്ങനെയാ. ജീവിതത്തിലും ഞാൻ അങ്ങനെ തന്നെയാ. എൻ്റെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, വളരെ നേരത്തെ തന്നെ ഉള്ളതെല്ലാം അവർക്ക് ഞാൻ വീതം വെച്ചു കൊടുത്തു. എല്ലാം കയ്യിൽ കിട്ടിയ മക്കള് ഒത്തൊരുമിച്ചൊരു രാത്രിയിൽ ഞാനെന്ന ശല്യത്തെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഒരു ഗൂഢാലോചന നടത്തി. അത് കേട്ട് ഞാൻ ഞെട്ടി. ആ രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞ്. ഒടുവിൽ അവരുപേക്ഷിക്കുന്നതിന് മുൻപേ ഞാൻ അവരെ ഉപേക്ഷിച്ചു. മരിച്ചുപോയ എന്റെ റാഹേലിനോട് മാത്രം യാത്ര പറഞ്ഞ് ഞാൻ എന്റെ വീട് വിട്ട് യാത്രയായി. മക്കൾ തിരക്കി വന്നില്ലേ? കരുതലില്ലാത്ത ഗ്രഹനാഥനും കണക്കുകൂട്ടലുകൾ തെറ്റുന്ന കച്ചവടക്കാരനും തന്റെ സ്ഥാനം അലങ്കരിക്കുന്നില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? എന്റെ അവസ്ഥ ഇപ്പൊ അതാ. അതവർക്ക് സന്തോഷമായി കാണും. സന്തോഷിച്ചോട്ടെ, അതിനേക്കാൾ സന്തോഷത്തിലല്ലേ ഞാനിവിടെ കഴിയുന്നത്. ഔസേപ്പ് പറഞ്ഞത് ശരിയാ. എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്. ആ സന്തോഷം ഇനി കൂടും അമ്മച്ചി. അതെന്താ ഔസേപ്പേ? അതങ്ങനെയാണ് അമ്മച്ചി. കാലം കരുതിയ തേൻകനി നുകരുവാൻ കാത്തിരുന്നിടുക മർത്യരെ നിങ്ങള് എന്ന കവിവാചകം കേട്ടിട്ടില്ലേ? എല്ലാം നന്മയ്ക്ക്. ഔസേപ്പ് ബാങ്കിലൊന്ന് പോകണം. ആ, അക്കൗണ്ടിലേക്ക് എത്ര പേരുടെ ക്യാഷ് എന്നുള്ള വിവരം അറിയണം. പിന്നെ വരുന്ന വഴി മാർക്കറ്റിൽ കയറി സാധനമൊക്കെ വാങ്ങണം. ആ ഭാഗീരഥി അമ്മയുടെ മക്കൾ വിളിക്കാറില്ലേ? വിളിക്കാറില്ല. ക്യാഷ് കൃത്യമായിട്ട് അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഏതായാലും ഭാഗീരഥി അമ്മയും അരവിന്ദാക്ഷൻ സാറും ഈ സ്ഥാപനത്തിലൊരു ചരിത്രം കുറിക്കും. അതെന്താ ഔസേപ്പേ? കാലം കരുതി വെച്ചിരിക്കുന്ന കാഴ്ച എന്തൊക്കെയെന്ന് ആർക്കറിയാം? ഔസേപ്പ് എന്നതായാലും സാഹിത്യ ഭാഷയിലാണല്ലോ. അതെ, എനിക്ക് സന്തോഷം വരുമ്പോ സാഹിത്യം വരും. അയ്യോ, എന്നാ ശ്രദ്ധിക്കണം. ദേ, വേഗം ബാങ്കിൽ പോയിട്ട് വാ. ഇല്ലേ, പോയിട്ട് വന്നിട്ടാം ബാക്കി സാഹിത്യം. കർണികര ബുദ്ധളിർന്നു കൽപ്പനകൾ തലമെടുത്തു.
എന്താ ഔസേപ്പേ ഇന്ന് പതിവില്ലാതെ ഒരു ലഡു വിതരണം? പിന്നെ വിജയം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മളിവിടെ ലഡു വിതരണം നടത്താറുണ്ട്. ഇന്ന് ഈ അന്തേവാസികൾക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെ ദിവസമാണ്. ഉപേക്ഷിക്കപ്പെട്ടവർ ഇന്നുവരെ ഒരു പുതുജീവിതത്തിന് ഇവിടുന്ന് പോയിട്ടില്ല. ആദ്യമായി രണ്ടുപേരെ ഒരുമിപ്പിച്ച് ഒരു പുതുജീവിതത്തിലേക്ക് നമ്മൾ നയിക്കുകയാണ്. എന്തിനു സംശയിക്കണം? സംശയിക്കണ്ട. നമ്മുടെ അരവിന്ദാക്ഷൻ സാറിനെയും ഭാഗീരഥി അമ്മേനെയും ഒരുമിപ്പിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ യാത്രയാക്കുകയാണ്. എൻ്റെ സാഹിത്യ ഭാഷ അറിയാമല്ലോ. ആ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സായന്തന സൗഭാഗ്യ ജീവിതത്തിലേക്ക് അവരെ നമ്മൾ യാത്രയാക്കുകയാണ്. ഇത് ദൈവനിയോഗമാണ്. മുൻജന്മത്തിൽ ഇവർ ഒന്നിച്ച് ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജന്മത്തിലും ഈ വൈകിയ വേളയിലും എത്തിച്ചേർന്നത്. മനസ്സുകൊണ്ടൊന്നിച്ച ഇവരെ കൊട്ടും കുരവയും ഒന്നുമില്ലാതെ പ്രാർത്ഥനയോടെ നമുക്കിവരെ യാത്രയാക്കാൻ കഴിക്കൂ. നിങ്ങൾ എന്തു പറയുന്നു? അപ്പോൾ നാളെ ഇവിടെ ഒരു ആഘോഷം. എന്റെ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ വൈകി വന്ന വസന്തം ബ്ലാക്ക്. എല്ലാവരും ഉണ്ടല്ലോ. എന്താ മീറ്റിംഗ്? എങ്കിൽ ഈ മീറ്റിംഗിൽ ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാം. ഭാഗീരഥി അമ്മയുടെ മക്കൾ വിദേശത്തുനിന്ന് വന്നിട്ടുണ്ട്. അവർ നാളെ കാലത്തോടെ എത്തും. ഭാഗീരഥി അമ്മയുടെ മുഖത്ത് നോക്കാൻ ഒരു കുറ്റബോധമുണ്ട് മാഡം. അതൊന്നും സാരമില്ല. ഏതായാലും നിങ്ങളുടെ മനസ്സ് മാറി കൂട്ടിക്കൊണ്ടുപോകാൻ തോന്നിയല്ലോ, അത് തന്നെ നല്ല കാര്യം. ഓരോ സാഹചര്യത്തിൽ ഓരോ അസൗകര്യത്തിൻ്റെ പേരിൽ മനുഷ്യൻ ചിലതൊക്കെ ചെയ്തു കൂട്ടുന്നു. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇത് കുറച്ച് തുകയുണ്ട്. 2 വർഷത്തോളം അമ്മയെ കാര്യമായി നോക്കിയതിന് ചെറിയൊരു പാരിതോഷികം. ഇത് ഇവിടുത്തെ അന്തേവാസികൾക്ക് എന്തെങ്കിലും ചെയ്യാനായി എൻ്റെ വക. ഇന്നലെ തന്നെ ഭാഗീരഥി അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. തയ്യാറായിരിക്കുക. ഔസേപ്പേ, ദേ വരുന്നേ. ഭാഗീരഥി അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നോളൂ. ചെയ്ത പ്രവൃത്തികളിൽ പശ്ചാത്തപിച്ച് മക്കളെ രണ്ടുപേരും വന്നിരിക്കുന്നത് കണ്ടില്ലേ? നമുക്ക് സന്തോഷത്തോടെ അവരെ യാത്രയാക്കാം. ചെല്ലൗസപ്പേ, അവരെ കൂട്ടിക്കൊണ്ടുവാ. അവിടെ ചെന്നിട്ടൊന്നും കാര്യമില്ല. ഭാഗീരഥി അമ്മ ഇല്ല. ഇല്ലെന്നോ? എവിടെ പോയി? ഉപേക്ഷിച്ച മക്കളുടെ കൂടെ തിരികെ പോകാൻ അവര് തയ്യാറല്ല. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളിന്റെ കൂടെ അവര് പോയി. ഔസപ്പ് എന്തൊക്കെയായി പറയുന്നേ? അതേ മാഡം, സമാധാനപരമായി ഒരു നല്ല വാർദ്ധക്യ ജീവിതം നയിക്കാൻ അരവിന്ദാക്ഷം പിള്ളയോടൊപ്പം അവര് പോയി. ഔസപ്പേ,
എന്തൊക്കെയാ നീ ഈ പറയുന്നത്? ഡോ താനും തോന്നിയ സാറ് പറഞ്ഞത്. തോന്നിയവാസമല്ല, നടന്ന കാര്യമായി പറയുന്നത്. പശ്ചാത്താപം നടിച്ച് അമ്മയെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. വീട്ടുവേലക്കാരത്തിനെ വിദേശത്ത് നിർത്തണമെങ്കിൽ ഒരുപാട് ശമ്പളം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സ്നേഹം നടിച്ച് അമ്മയെ കൊണ്ടുപോയി ആ പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്ന മക്കളെ, ആ ദുരന്തത്തിൽ നിന്ന് അവരെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. എടോ, തന്നെ ഞാൻ വെറുതെ വിടത്തില്ല. നിങ്ങൾ ഒരു ചുക്കും ചെയ്യത്തില്ല. മാഡം, ചെയ്ത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞങ്ങളെ ശിക്ഷിക്കാം. വയസ്സുകാലത്ത് സ്നേഹമുള്ളവരുടെ കൂടെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് ദൈവം അത് കൊടുത്തെന്ന് കൂട്ടിയാ മതി. ഇനി നിയമപരമായിട്ടെങ്ങാനും നിങ്ങൾ നേരിടാൻ തീരുമാനിച്ചാൽ ഭാഗീരഥി അമ്മയുടെ തീരുമാനമാണ് ഏറ്റവും വലുത്. സാക്ഷികളായി ഞാനും കുറെ അന്തേവാസികളും ഉണ്ടിവിടെ. അതുകൊണ്ട് സമയം കളയാതെ വന്ന പോലെ തന്നെ തിരിച്ചു പോകണം. നിങ്ങളുടെ അമ്മ ഇപ്പോ അവരാഗ്രഹിച്ച സ്നേഹതീരം തേടി നടന്നു നീങ്ങുന്നുണ്ടാവും. മക്കളായ നിങ്ങൾ അത് കണ്ട് സന്തോഷിക്കുക.